ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു വെജിറ്റബിൾ മസാല ഉണ്ടാക്കിയാലോ. മസാല ദോശയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതും അപ്പത്തിൻ്റെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതുമായ നല്ലൊരു മസാലക്കൂട്ടാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ഉരുളൻകിഴങ്ങ്, 2 ക്യാരറ്റ്, 2 തണ്ട് കരിയാപ്പില, 4 പച്ചമുളക്, 4 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം, അതായത് ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളൻകിഴങ്ങും ആദ്യമേ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് പച്ചമുളകും സവാളയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും നമുക്ക് അതെടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നിടം വരെ വേവിച്ചാൽ മതി. എന്നിട്ട് അത് നമുക്ക് അടച്ച് മാറ്റി വെച്ച് കംപ്ലീറ്റ് വിസിൽ പോയതിന് ശേഷം നമുക്കത് ഓപ്പൺ ആക്കി എടുക്കാം. അപ്പോഴത്തേന് ഇതെല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ 1 ഇഞ്ചി കഷ്ണം, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 4 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ഉദയം, ജീരകം, കടുക്, പിന്നെ കുറച്ച് ഉപ്പും കൂടെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുക്കിംഗ് ഓയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകും ജീരകവും ഉഴുന്നുപരിപ്പും കരിയാപ്പിലയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇത് ചെറിയ തീയിലിട്ട് വേണം മൂപ്പിക്കാൻ. അത് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളിയും കൂടി ഇട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങിലും ക്യാരറ്റിലും ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്താണ്. അതിനനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി അതിൽ കിടന്ന് നല്ലപോലെ ഒന്നുകൂടെ വെന്ത് വഴണ്ടി വരുമ്പോൾ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നേരത്തെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ ഉടച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഞാൻ ഉടച്ചു കൊടുത്ത് നല്ലപോലെ വഴറ്റി എടുക്കുന്നുണ്ട്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നിങ്ങൾക്കത് വാങ്ങി വെച്ച് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.